ദുലീപ് ട്രോഫിയോടെ ഇന്ത്യയുടെ 2024-25 ആഭ്യന്തര സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. മയങ്ക് അഗർവാൾ നയിച്ച ഇന്ത്യ എ ടീമാണ് ഇത്തവണത്തെ ദുലീപ് ട്രോഫിയിലെ വിജയികൾ. 4 ടീമുകളായിരുന്നു ഇക്കുറി ദുലീപ് ട്രോഫിയിൽ മത്സരിച്ചത്. മുൻ സീസണുകളേക്കാൾ താരനിബിഡമായിരുന്നു ഈ വർഷത്തെ ദുലീപ് ട്രോഫി സ്കോഡുകൾ. അതുകൊണ്ട് തന്നെ താരങ്ങളുടെ പ്രകടനം എങ്ങനെയെല്ലാം ആയിരിക്കുമെന്ന് ആരാധകരും ഉറ്റുനോക്കിയിരുന്നു. സഞ്ജു സാംസൺ അടക്കമുള്ളവർ ഇക്കുറി ദുലീപ് ട്രോഫിയിൽ ഇറങ്ങി. 2024 സീസണിലെ ദുലീപ് ട്രോഫിയിൽ കിടിലൻ പ്രകടനങ്ങൾ പുറത്തെടുത്ത ചില പ്രധാന താരങ്ങളെ നോക്കാം. ഏറ്റവും ആദ്യം മലയാളികളുടെ പ്രിയപ്പെട്ട സഞ്ജുവിന്റെ പ്രകടനം എങ്ങനെയായിരുന്നെന്ന് നോക്കാം. ശ്രേയസ് അയ്യർ നയിച്ച ഇന്ത്യ ഡി ടീമിന് വേണ്ടിയാണ് ഇക്കുറി ദുലീപ് ട്രോഫിയിൽ സഞ്ജു സാംസൺ കളിച്ചത്. ആദ്യ കളിയിൽ പ്ലേയിങ് 11-ൽ അവസരം ലഭിക്കാതിരുന്ന താരം അവസാന 2 മത്സരങ്ങളിൽ ടീമിൽ ഇടം കണ്ടെത്തി. ഇന്ത്യ എ ടീമിനെതിരായ മത്സരത്തിൽ 5-40 എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിന്റെ സ്കോറുകൾ. ഇന്ത്യ ബി ടീമിനെതിരായ 3-ാം മത്സരത്തിൽ കിടിലൻ സെഞ്ചുറി നേടി സഞ്ജു തിളങ്ങി. ആദ്യ ഇന്നിംഗ്സിൽ 106 റൺസ് നേടിയ മലയാളി താരം 2-ാം ഇന്നിംഗ്സിൽ 45 റൺസ് സ്കോർ ചെയ്തു. ദുലീപ് ട്രോഫിയിൽ ഇക്കുറി കളിച്ച 4 ഇന്നിംഗ്സുകളിൽ നിന്ന് 196 റൺസാണ് സഞ്ജുവിന്റെ നേട്ടം. മറ്റൊരാൾ റിക്കി ബൂയിയാണ്. ശ്രേയസ് അയ്യർ നയിച്ച ഇന്ത്യ ഡി ടീമിന്റെ താരമായിരുന്നു റിക്കി ബൂയി. ടീം അവസാന സ്ഥാനത്താണ് ടൂർണമെന്റിൽ ഫിനിഷ് ചെയ്തതെങ്കിലും റിക്കി ബൂയിയുടെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു. ആന്ധ്രാപ്രദേശ് താരമായ അദ്ദേഹം 3 കളികളിൽ നിന്ന് 359 റൺസാണ് അടിച്ചുകൂട്ടിയത്. 71.8 ബാറ്റിംഗ് ശരാശരിയിൽ കളിച്ച റിക്കി ഇന്ത്യ എ, ഇന്ത്യ ബി ടീമുകൾക്കെതിരെ സെഞ്ചുറികളും നേടി. അൻഷുൽ കാംബോജ് ആണ് ദുലീപ് ട്രോഫിയിൽ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു താരം. ഇത്തവണത്തെ ദുലീപ് ട്രോഫിയിലെ ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനാണ് മീഡിയം പേസറായ അൻഷുൽ കാംബോജ്. ഹരിയാന താരമായ അദ്ദേഹം 3 കളികളിൽ നിന്ന് 16 വിക്കറ്റുകളാണ് ടൂർണമെന്റിൽ നേടിയത്. ഇന്ത്യ ബി ടീമിനെതിരായ 2-ാം മത്സരത്തിൽ 8 വിക്കറ്റുകൾ നേടിയ താരം ഇന്ത്യ എ ടീമിനെതിരായ മത്സരത്തിൽ 5 വിക്കറ്റുകളും പിഴുതു. അതേസമയം ഇന്ത്യൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ മിന്നും താരമായ അഭിമന്യു ഈശ്വരൻ ഇത്തവണത്തെ ദുലീപ് ട്രോഫിയിലും കിടിലൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. 3 കളികളിൽ നിന്ന് 77.25 ബാറ്റിംഗ് ശരാശരിയിൽ 309 റൺസാണ് താരം സ്കോർ ചെയ്തത്. ഇന്ത്യ സി ടീമിനെതിരെ 157 റൺസ് നേടിയ അദ്ദേഹം ഇന്ത്യ ഡി ടീമിനെതിരെയും സെഞ്ചുറി സ്കോർ ചെയ്തു. വലങ്കയ്യൻ പേസറായ മുകേഷ് കുമാറും ഇത്തവണത്തെ ദുലീപ് ട്രോഫിയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 3 കളികളിൽ നിന്ന് 15 വിക്കറ്റുകൾ താരം പിഴുതു. കളിച്ച 3 കളികളിലും 5 വിക്കറ്റുകൾ വീതമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. ഈ പ്രകടനം ന്യൂസിലാൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സ്ഥാനം നേടാൻ മുകേഷിനെ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്.